ഓക്കെ, മക്കളെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരു കുഞ്ഞു പ്രയറും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാനായിട്ട്. ഒന്ന് ഹാപ്പി ആയിട്ട് കണ്ണു തുറന്ന് ചിരിച്ച് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി. യെസ്, ഓക്കെ, എടാ സൂപ്പർ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പ്രയർ സോങ് പാടിയാം. നമ്മുടെ നേഹ തന്നെയല്ലേ സാർ? നേഹയ്ക്ക് ഒരു അടിപൊളി ക്ലാപ്പ് കൊടുത്ത എല്ലാവരും. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അഭിനന്ദേ എന്താണ് ചെയ്യുന്നത് നീ അവിടെ? ജഗ് തിന്നുന്ന. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നു. ഒരു 3-4 ടോപ്പിക്സേ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്യുന്നല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വെച്ചിരുന്ന് പഠിക്കുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ആക്ടിവിറ്റി നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നു. അതോടെ ഈ ചാപ്റ്റർ കഴിയും. ഇന്ന് ബാക്കിയുള്ളൊരു സമയം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, തേർഡ് ടേമിലുള്ള ചാപ്റ്റർ ആണ്. എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ആക്ടിവിറ്റീസ് ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. സോ അതുകൊണ്ട് ഈ ചാപ്റ്റർ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിച്ച് തീർത്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ എടുത്ത് തീർക്കും. ആഫ്റ്റർ ദാറ്റ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനുശേഷം ഈ ചാപ്റ്റർ ഒന്ന് റിവിഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. റെഡി ആണെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് അടിപൊളിയായിട്ട് തലയാട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഈ ചാപ്റ്ററിലെ ശരിക്കും ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ അല്ല എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തായിരുന്നു പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പലരുടെ മുഖത്തും ചിരിയാണ് സാർ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരെങ്കിലും ഒരാളെ വിളിച്ചു വയ്ക്കാം സാർ. നമുക്ക് ആരെ വിളിക്കും? ആദിത്യ പറഞ്ഞോ, എന്താണ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഒന്നും മനസ്സിലായില്ലല്ലോ സാർ. എന്താണ്? റിവിഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഇന്നലെ പറഞ്ഞു നിർത്തിയ ടോപ്പിക് ഏതായിരുന്നു? ഇന്നലെ പറഞ്ഞു നിർത്തിയ ടോപ്പിക് സാർ, നമുക്ക് അടുത്തൊരാളെ വിളിക്കാം. എന്താ ആദിത്യൻ പറഞ്ഞു നമുക്ക് റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ സാർ, ആരാണുള്ളത്? ഇനി അഭിരാമിനെ വിളിക്കാം. ഓക്കെ അഭിരാമെ, ഏതായിരുന്നു ടോപ്പിക്? ഫാമിലി ഹിസ്റ്ററിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫാമിലി ഹിസ്റ്ററി കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ ശരിക്കും ലാസ്റ്റ് ടോപ്പിക്കാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ലോക്കൽ പരിചയപ്പെട്ടു, അങ്ങനെയല്ല, നമ്മൾ ഇന്നലെ ലോക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പല കഥകളും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കേട്ടു. ഓരോരുത്തരെ പറ്റിയായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കൂടാതെ ശരിക്കും ഒരു നാടിന്റെ ചരിത്രത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലോക്കൽ കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ ഏരിയയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണല്ലോ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് എവിടെ നിന്നൊക്കെ വിവരങ്ങൾ കിട്ടും? നമുക്ക് വിവരങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ ഓരോ സോഴ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഓറൽ ഹിസ്റ്ററിയിലോട്ട് പോയി. ഓറൽ ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അഭിപ്രായമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുകൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഓറൽ ഹിസ്റ്ററി അഥവാ മെമ്മറീസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ, യെസ്, ഫാമിലി ഹിസ്റ്ററിയിലോട്ട് പാവം സാർ അഭിനന്ദല്ലേ പറഞ്ഞത്? അത്ര പാവമൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഫാമിലി ഹിസ്റ്ററിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫാമിലിയാണ്, നാട്ടിൽ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുന്നതാണ് പറഞ്ഞത്. അത് ശരിയാണ് ഏറെക്കുറെ. ഓക്കെ, ഇനി അതിനുശേഷം പിന്നെ നമ്മൾ പോകാൻ പോകുന്നത്, ഇനി നമുക്ക് ആ നാടിന്റെ ചരിത്രത്തെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് വേണം. എന്താണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്? അപ്പോൾ അത്തരത്തിലുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കണം. ഓക്കെ, ഒരു 5 ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് പഠിച്ച് തീർക്കുന്നു, സെറ്റാക്കുന്നു. രണ്ടാമതായിട്ട് മക്കൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ്. എന്താണ് മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ്? മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ് എന്താണ്? മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണയരേഖകൾ എന്നൊക്കെ പറയും. ഒന്ന് എഴുതി വെച്ചോട്ടെ എല്ലാവരും, ഇന്ന് പഠിക്കുന്ന ചോദ്യങ്ങളാണ്. പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ടിക്ക് ചെയ്ത് വെക്കും. മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ്. ലാസ്റ്റത്തത് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? തിങ്സ് ടു ബി നോട്ടഡ്. തിങ്സ് ടു ബി
നോട്ടഡ്. ഓക്കെ, ലോക്കൽ ഹിസ്റ്ററി എഴുതാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ദ തിങ്സ് ടു ബി നോട്ടഡ്. ലാസ്റ്റത്തതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ 4 ചോദ്യങ്ങൾ കൂടെ പഠിച്ചാൽ നമ്മുടെ എല്ലാ സെക്ഷനും എന്ത് ചെയ്യുന്നു? അവിടെ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളണം. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. മോർഗേജ് ഡോക്യുമെന്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. പണയ രേഖകൾ എന്ന് പറയും. ലോക്കൽ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ദ തിങ്സ് ടു ബി നോട്ടഡ്. ഒരു ടേബിൾ ആയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്ഥലത്തെ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കണം. അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നലെ +1 +2 പഠിക്കുന്ന ചേട്ടന്മാർ, അതല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രൊജക്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ അപ്പൊ അവരുടെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പേജിൽ അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഈ ലോക്കൽ ഹിസ്റ്ററിയുടെയും സ്ട്രക്ചർ അതേപോലെയാണ്. ആ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഹെഡിങ് എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് എഴുതി വെച്ചോ. ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, എടാ ഈ ലോക്കൽ ഹിസ്റ്ററിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്? ഞാൻ സ്ലൈഡ് കാണിക്കുന്നതിന് മുൻപേ ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ടെസ്റ്റ് ഒന്നും നോക്കാതെ ഏതൊക്കെയാണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എന്നുള്ളത്? യെസ്, ആരെ വിളിക്കും? വിളിച്ചോ, പേര്? യെസ്, ഹെലൻ പറയൂ. ഏതാണ് ഹെലൻ അറിയുന്ന ഒഫീഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ? ടാക്സ് ഡോക്യുമെന്റ്സ്, നികുതി രേഖകൾ എന്ന് പറയും. ശരിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, യെസ്, ടാക്സ് ഡോക്യുമെന്റ്സ് ടെസ്റ്റ് കണ്ടിട്ട് പറഞ്ഞതല്ല എന്ന് വിചാരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു സാർ. കാരണം എന്താണെന്നറിയോ? സാർ ശുദ്ധനല്ല. ഓക്കെ, യെസ്, നോക്കാം നമുക്ക്. അപ്പോൾ വേഗം ഒന്ന് നോക്കി പഠിച്ചേക്കുക. ലിസ്റ്റ് ഔട്ട് ദി ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. ഏതെങ്കിലും ഒരു 5 എണ്ണം പഠിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു 5 എണ്ണം പഠിക്കണം. നമ്മൾ ചാടി പഠിക്കാൻ പോവാണ്. വേഗം നോക്കിക്കോളൂ. സെൻസസ് റിപ്പോർട്ട്, ഗസറ്റ് ഡോക്യുമെന്റ്, കോർട്ട് ഡോക്യുമെന്റ്, സർവേ റിപ്പോർട്ട്, ടാക്സ് ഡോക്യുമെന്റ്, പോലീസ് റിപ്പോർട്ട്, ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന രേഖകൾ എന്ന് പറയും, അല്ലെങ്കിൽ വികസന റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എന്റെ ഒപ്പം എല്ലാവരും ഉറക്കെ വായിക്കണം. വീട്ടിൽ എല്ലാവരും കേൾക്കാൻ ഭാഗത്തിൽ തന്നെ വായിച്ചോ. 1 സെൻസസ് റിപ്പോർട്ട്, 2 ഗസറ്റ് ഡോക്യുമെന്റ്, 3 കോർട്ട് ഡോക്യുമെന്റ്, 4 സർവേ റിപ്പോർട്ട്, 5 ടാക്സ് ഡോക്യുമെന്റ്, അടുത്തത് പോലീസ് റിപ്പോർട്ട്, പിന്നെ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിൽ ഒരു 5 എണ്ണം മിനിമം പഠിക്കാത്ത ഒരാൾ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഉണ്ടാവരുത്. ഓക്കെ, അത്രയും വാശിയോടെ പഠിച്ചോളാം. ഇത് ഇനി പരീക്ഷയുടെ അന്ന് പോലും നമുക്ക് നോക്കേണ്ടി വരരുത്. പരീക്ഷ അന്ന് നേരെ പോയി എഴുതാൻ പറ്റുന്ന കണ്ടീഷനിലാകുന്ന ലെവലിൽ നോക്കിക്കോ. ഒരു 5 പോയിന്റ്സ് പോലെ ഏതെങ്കിലും ഒരു പ്രാവശ്യം കൂടെ എന്റെ ഉറക്ക വായിച്ചോ. വാ. സെൻസസ് റിപ്പോർട്ട്, ഗസറ്റ് ഡോക്യുമെന്റ്, കോർട്ട് ഡോക്യുമെന്റ്, സർവേ റിപ്പോർട്ട്, ടാക്സ് ഡോക്യുമെന്റ്, പോലീസ് റിപ്പോർട്ട്, ഡെവലപ്മെന്റ് ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മലയാളം ഒന്ന് നോക്കാം. സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ. ഒരു പ്രാവശ്യം കൂടെ ഏതൊക്കെയാണ്? സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ട്, നികുതി രേഖ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ. ഓക്കെ, യെസ്. അപ്പോ എല്ലാ മക്കളും ഒന്ന് ചാടി എഴുന്നേറ്റ് വേഗം. ഓക്കെ, യെസ്, എല്ലാവരും ഒന്ന് ചാടി എഴുന്നേക്കുക. ഏതെങ്കിലും ഒരു 5 പോയിന്റ് പഠിച്ചു കഴിഞ്ഞവർ ഒന്ന് ടാറ്റ കാണിച്ചാൽ മതി. ഇരിക്കൊന്നും വേണ്ട. യെസ്, യെസ്, കുറെ പേര് ടാറ്റ കാണിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കി. ഓക്കെ, യെസ്, പറയുന്നുണ്ട്. പഠിക്കാത്തവര് നേരെ തന്നെ നിന്നിട്ട് വായിച്ചു ചോദിക്കൂ. ഇനി പഠിച്ചു കഴിഞ്ഞവര് ഒന്ന് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുക. സ്ക്രീനിലേക്ക് നോക്കാതെ സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നിൽക്കുക. സൈഡിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കി. സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് പറഞ്ഞു നോക്കി. സ്ക്രീനിലേക്ക് നോക്കരുത്, കണ്ണടയ്ക്കണം എന്നൊന്നുമില്ല, ഒന്ന് പറഞ്ഞു നോക്കുക. യെസ്, കിട്ടും, സെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇനി സ്ക്രീനിലോട്ട് വന്നിരിക്കുക. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ 11ാമത്തെ ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത്, അന്ന് ആദ്യമൊക്കെ ക്ലാസ് എടുത്തിരുന്ന സമയത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമായിരുന്നു. ഇത് വേറൊരാളെ പഠിപ്പിച്ച് കൊടുക്കുന്ന പോലെ കൊടുക്കാനായിട്ട്. ലൈക്ക് നിങ്ങളൊരു ടീച്ചർ, ഞാൻ സ്റ്റുഡൻസ്. സോ അതേപോലെ എന്നെ ഒന്ന് പഠിപ്പിച്ചേ. മറ്റേ പേനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പഠിപ്പിക്കുമായിരുന്നില്ലേ? സോ അതേപോലെ ഒരു
1 മിനിറ്റ് സമയം മാക്സിമം. അതിനുള്ളിൽ വേഗം ഈ ചോദ്യം എന്നൊന്ന് പഠിപ്പിച്ചേ. അത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും. ഏതെങ്കിലും 5 എണ്ണം. ഓക്കെ, പ്ലീസ് കോൾ മീ സർ. ആരെന്നാ പറഞ്ഞത്? അഭിനന്ദല്ലേ പറഞ്ഞത്? ഓക്കെ, യെസ്. അവനെ സാറിന്ന് വിളിക്കാനോ ഉദ്ദേശിച്ചത്? ആയിരിക്കും. യെസ്, ഓക്കെ. ആ, എല്ലാവരും പേനയൊക്കെ എടുത്ത് പഠിപ്പിക്കുന്നില്ലേ? ഹോ, എല്ലാവരും ഇപ്പം കുത്തിക്കുമല്ലോ, കണ്ണി കുത്തു. ഓക്കെ, പവിത്ര എന്താണെന്ന് തിന്നാണെന്ന് കിട്ടിയില്ലേ? എന്താണൊരു വിഷമം. ആ ഇല്ല, ആ പഠിപ്പിക്കുന്ന വെറുതെ ഇരിക്കല്ലേ, പഠിച്ചു കഴിഞ്ഞാ? എന്നാ അൺമ്യൂട്ട്, അപ്പൊ തന്നെ ചോദിക്കാം. വേഗം പറഞ്ഞു. ഏതെങ്കിലും ഒരു 5 ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാ? സൂപ്പർ. ഓക്കെ സാർ, അടുത്ത ഒരാളെ വിളിച്ചു. ഞാൻ ഇതുവരെ അധികം അങ്ങനെ വിളിക്കാത്ത ആരെങ്കിലൊക്കെ നോക്കിയിട്ട് വിളിച്ചോ. പവിത്രയുടെ നാണം കണ്ട എൻ്റെ ഒരു കാര്യം. ഓക്കെ, അടുത്ത ആരാ? നെൽവിൻ. നെൽവിൻ മോനെ പറഞ്ഞേ, ഏതൊക്കെയാണ് 5 ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് പറഞ്ഞോ. സെൻസസ് റിപ്പോർട്ട്. ഓക്കെ, സൂപ്പർ. അടുത്തിരിക്കുന്ന ആരാണ്? അനിയത്തി. ഹായ്, ഒറ്റത്തട്ട്. മിസ്റ്റർ അനിയത്തി, അവന്റെ കവളിലൊരു കുത്തു കൊടുത്തേക്ക്. ഓക്കെ, യെസ്. അടുത്ത ആൾ. മതി 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 മതി. കവളത്തൊന്ന് കുത്താൻ പറഞ്ഞ ഇപ്പോൾ എടുത്തൊരു ഒറ്റയിടി. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ആരാ? അനക്ക് മോനെ പറഞ്ഞേ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും? ഓക്കെ മോനെ, മതി. യെസ് സാർ, നമുക്ക് അടുത്ത ഒരാളുടെ അടുത്ത് ചോദിക്കാം. ഇവാനിയ പഠിച്ചു കഴിഞ്ഞില്ല? ഒരു 5 കുഞ്ഞു പേരുകളല്ലേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് ഇവാനിയ പഠിച്ചിടത്തോളം. ഇത്രയും പഠിച്ചു കഴിഞ്ഞില്ലേ? ഇരുന്നോ എന്നാ. സൂപ്പർ. ഓക്കെ സാർ, ഇവാനിയുടെ മുകളിലിരിക്കുന്ന റെഡ് കളർ പേര്? റെഡ് പെട്ടെന്ന് നോട്ടീസ് ചെയ്തു. ആരാണ്? ആൻലിയ. ആൻലിയ, ഓ ഒന്ന് ഞെട്ടി. പറഞ്ഞ ആൻലിയ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്? ഓക്കെ, ഇതിൽ ഏത് ഡോക്യുമെന്റ് നോക്കി കഴിഞ്ഞാൽ ലോക്കൽ ഹിസ്റ്ററി ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും? പറഞ്ഞോ. ഇതിൽ ഏത് ഡോക്യുമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ലോക്കൽ റിപ്പോർട്ട് അറിയാൻ പറ്റും? ലോക്കൽ ഹിസ്റ്ററി അറിയാൻ പറ്റും? പറഞ്ഞോ. കുട്ടിക്ക് അറിയില്ല, പക്ഷെ എനിക്കറിയാം സാർ. പോലീസ് റിപ്പോർട്ട് നോക്കിയാൽ മതി കേട്ടാ. ഓക്കെ, യെസ്. ഓക്കെ എടാ, ഈ ഒരു 25ാമത്തെ ചോദ്യം കിടിലമായിട്ട് പഠിച്ചു കഴിഞ്ഞു. സെറ്റാണ് എന്നുള്ള എല്ലാവരും നമ്മുടെ സെലിബ്രേഷൻ ഒന്ന് കാണിച്ചേ. യെസ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതിക്കൊള്ളണം എല്ലാവരും. ഇത് എഴുതാത്ത ഒരാൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവരുത് കേട്ടോ. അടുത്തത്, വാട്ട് ആർ ദ യൂസ് ഓഫ് ദ മോർഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്? പണയരേഖകൾ, ആധാരങ്ങൾ എന്നിവയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ ആധാരം അതെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ പറയുന്ന സ്ഥലം ഇതിനു മുമ്പ് ആരുടെ പേരിലായിരുന്നു, അതിനു മുമ്പ് ആരുടെ പേരിലായിരുന്നു, അതിനു മുമ്പ് ആരുടെ പേരിലായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആധാരത്തിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഈ പറയുന്ന പണയരേഖകൾ അവിടെ നിൽക്കട്ടെ, ഈ ആധാരങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തി വിവരങ്ങൾ, ഈ സ്വകാര്യ സ്വത്ത് തുടങ്ങിയ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് വർഷം മുമ്പുള്ളത് വരെ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരാളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീടിന്റെ ആധാരം എടുത്ത് എന്ത് ചെയ്താൽ മതി? ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എത്ര ഇതിന്റെ മുൻപത്തെ ഉടമസ്ഥർ ആരാണ്, അതിന് മുമ്പത്തെ ആരുടെ കയ്യിലായിരുന്നു, അതിന് മുമ്പ് ആരുടെ കയ്യിലായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ
സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേപോലെയുള്ള മോർഗേജ് ഡോക്യുമെന്റ്സും ഡീഡ്സും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ് മീൻസ് പണയരേഖകളും ആധാരങ്ങളൊക്കെ. അപ്പൊ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. മോർഗേജ് ഓർ ലീസ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ് ബെനഫിഷ്യൽ ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. ഫ്രം ദീസ് we get information on personal details, private properties, etc. പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തി വിവരങ്ങൾ, സ്വകാര്യ സ്വത്തുക്കൾ തുടങ്ങിയവയെ കുറിച്ചിട്ട് അറിവ് ലഭിക്കുന്നു. പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്നാലും പ്രാവശ്യം കൂടെ പറയും. എടാ, ഈ പണയരേഖകളും ആധാരങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലം ആരുടെ പേരിലായിരുന്നു, പണ്ട് ആരുടെ പേരിലായിരുന്നു, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, ഈ പറഞ്ഞ ഹിസ്റ്ററി നമുക്ക് അറിയാനായിട്ട് പറ്റും, ചരിത്രം അറിയാൻ പറ്റും ആ പറഞ്ഞ പ്രദേശത്തിന്റെ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഈ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ ഇത് സഹായിക്കുന്നു. ഏത് മോർഗേജ് ഡോക്യുമെന്റ്സും ഡീഡ്സും അല്ലെങ്കിൽ ലീസ് ഡോക്യുമെന്റ്സ് ഒക്കെ സഹായിക്കുന്നു എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാവാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആധാരം എടുത്ത് നോക്കി ഈ പറഞ്ഞ സ്ഥലം ഇതിനു മുമ്പ് ആരുടെ പേരിലായിരുന്നു എന്നറിയാനായിട്ട് പറ്റും. സോ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ ആ ഒരു സ്ഥലത്തിന്റെ ചരിത്രം അറിയാനായിട്ട് പണ്ട് ആരുടെ പേരിലായിരുന്നു, സ്വകാര്യ സ്വത്തുക്കൾ ആരാണ് കൈവശം വെച്ചിരുന്നത് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നു. അതാണ് ഈ മോർഗേജ് ഡോക്യുമെന്റ്സും ഡീഡ്സും എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ഓരോ പരീക്ഷ കഴിയുമ്പോഴും അത് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായി. നിങ്ങൾ എങ്ങനെയുള്ള ആളാണ് അക്കാഡമിക്കലി എന്നറിയാൻ, അക്കാഡമിക്കലി മാത്രം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പ്രോഗ്രസ് കാർഡ് എടുത്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ടൈം നോക്കി കഴിഞ്ഞപ്പോൾ സോഷ്യലിന് നല്ല മാർക്കുണ്ട്, സെക്കൻഡ് ടൈം സോഷ്യലിന് ഇത്തിരി കുറവായിട്ടുണ്ട്, ഇനി ഫൈനൽ ടൈം ഇപ്പൊ എഴുതാൻ പോകുന്നേ ഉള്ളൂ. ആ കുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി എന്തായിരിക്കുള്ളൂ, ഫസ്റ്റ് ടൈമിൽ അടിപൊളിയായിട്ട് പഠിച്ചിരുന്നതാണ്, സെക്കൻഡ് ടൈമിൽ കുറച്ചൊന്നും ഉഴപ്പിയിട്ടുണ്ട്, എന്നാലും തേർഡ് ടൈമിൽ കുഴപ്പമില്ലാതെ പഠിക്കും എന്ന് വിശ്വസിക്കാം. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ മനസ്സിലായല്ലോ, പണ്ട് ആളെങ്ങനെയായിരുന്നു, ഇപ്പോ എങ്ങനെയാണ്. അതേപോലെ പണ്ട് ആ ഒരു ഭൂമി ആരുടെ പേരിലായിരുന്നു, ഇപ്പോൾ എന്താണ് അവസ്ഥ, ഇത് മനസ്സിലാക്കാൻ കമ്പയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഇതാണ് മോർഗേജ് ഡോക്യുമെന്റ്സ്, ഡീഡ്സ് എന്നിവ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ സ്ക്രീനിൽ നോക്കിയിട്ട് ചിരിച്ചോ. ഓക്കെ, യെസ്, പോരാ, ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചിരിച്ചേ. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചിരി വരണം. അതേപോലെ സ്പോട്ട് ചെയ്ത് ചിരിച്ച് എല്ലാവരും ചിരിച്ച്. ഓക്കെ, യെസ്, ബുദ്ധിയുള്ളവരാ, ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ക്യാമറ തോർത്തിട്ടിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇതോടെ നല്ല ചിരികളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യം ഒരാൾക്ക് ഈ സംശയം, പേരെന്തായിരുന്നു സാറേ? ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. എടാ, നീ അവൻ കാണിക്കാൻ പറഞ്ഞാൽ സമ്മതിക്കുന്നു തോന്നണില്ല. ഓക്കെ, അടുത്തത്, യെസ്, ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പൊ ഇത് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമുള്ള നടക്കൂല. സോ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഹെഡിങ്സ് മാത്രം എന്ത് ചെയ്തോളണം, ഇപ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചോളണം കേട്ടോ. അപ്പൊ അതിന്റെ ഹെഡിങ്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ ഒന്ന് നോക്കി പോകണം. ഒന്ന്, ഈ പറയുന്ന ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് നമ്മൾ പറയും. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഒരു നാടിനെ കുറിച്ച്, ഒരു ലോക്കൽ ഏരിയയെ കുറിച്ചിട്ട്, അപ്പൊ എല്ലാവരും എഴുതി വെച്ചോട്ടാ. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് തിങ്സ് ടു ബി നോട്ടഡ്, പ്രാദേശിക ചരിത്ര രചന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊരു ഹെഡിങ് എഴുതി വെച്ചേക്കുക. എന്നിട്ട് ഒന്നേ നെട്ടിട്ട് എഴുതണം ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് അഥവാ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ അഥവാ ഭൂപ്രകൃതി. ഒന്ന് ഷോർട്ടായിട്ട് ഒന്നേ നെട്ടിട്ട് എഴുതാം. ഓക്കെ, ഓക്കെ, ഒരു 8-9 പോയിന്റ്സേ ഉള്ളൂ പഠിക്കാനായിട്ട്. ആ ഒരു 9 പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു 5 എണ്ണമെങ്കിലും മിനിമം എന്ത് ചെയ്തോളണം, പഠിച്ചു വെച്ചോളണം, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്താണ് ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ്. The accurate geographical boundaries and the natural features, mountain, river, watershed of a place should be there in the history writing when it is selected for writing local history. ആ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്, മനസ്സിലാക്കുന്ന സമയത്ത്, ആ ഒരു പ്രദേശത്തുള്ള പർവ്വതങ്ങൾ ഉണ്ടാകും, നദികൾ ഉണ്ടാകും, മറ്റു ജലാശയങ്ങൾ ഉണ്ടാകും, ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്കറിയണം. ആ ഒരു ഭൂപ്രകൃതിയെ കുറിച്ചിട്ട് അറിയണം. ഇന്നലെ കൊടൈക്കനാലിൽ പോയ കാര്യം ചോദിച്ചപ്പോൾ കുറെ പേര് പറഞ്ഞിരുന്നു ഇവിടുത്തെ പോലത്തെ ക്ലൈമറ്റ് അല്ല, അവിടെ മണ്ണിന് വരെ വ്യത്യാസമുണ്ട്, അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്, കുറെ കുന്നും മലയൊക്കെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ക്ലൈമറ്റ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ നിങ്ങൾ
ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ഈ പറയുന്ന ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് ആണ്, ഭൂപ്രകൃതിയാണ്. ഒന്നാമത്തത് കിഡിലോസ്കി ആയിട്ട് മനസ്സിലായെങ്കിൽ ഒരു പവർ സിമ്പിൾ കാണിച്ച എല്ലാവരും. യെസ്, സൂപ്പർ. ഓക്കെ, അലോണിയൊക്കെ 2 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, മതി. ഇനി രണ്ടാമത്തത് ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റ്സ്, ചരിത്ര സ്മാരകങ്ങൾ എന്നൊക്കെ പറയും. ചരിത്ര സ്മാരകങ്ങൾ ആ ഒരു പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലാ സ്മാരകങ്ങൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഥലത്തുള്ള ചരിത്ര സ്മാരകങ്ങളെല്ലാം ഈ ലോക്കൽ ഹിസ്റ്ററിയിൽ എന്ത് ചെയ്തോളണം, ഉൾപ്പെടുത്തിക്കൊള്ളണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ലോക്കൽ ഹിസ്റ്ററിയാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സ്ഥലത്തുള്ള ചരിത്ര സ്മാരകങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തോളണം. അപ്പൊ ഈ കൊടുങ്ങല്ലൂരുള്ള ചരിത്ര സ്മാരകം സാറിന് അറിയില്ല ഏതാണ്? യെസ്, ഒരെണ്ണം പറയാൻ പറ്റൂ? കോട്ടപ്പുറം കോട്ട. യെസ്, കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. സോ കോട്ടപ്പുറം കോട്ട അതിൽ എന്തായാലും ഉൾപ്പെടുത്തിക്കൊള്ളണം. അപ്പോൾ 2 എന്നിട്ടിട്ട് എഴുതിക്കോ, ചരിത്ര സ്മാരകങ്ങൾ അഥവാ ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റ്സ് എന്ന് പറയും. സെറ്റാണ് രണ്ടാമത്തത് എന്നുണ്ടെങ്കിൽ 1 തമ്പ് കാണിച്ചേ. റിലാക്സ് റെസ്റ്റോറന്റ്, അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടില്ല മിക്കവാറും. ഈ അടുത്തൊന്നും ആവും തോന്നണല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, അവരിത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ചരിത്രപരമായ ഒരു സ്മാരകം ഉള്ളത് പിന്നെ ഏതാണ് സാർ കൊടുങ്ങല്ലൂർ ഉള്ളത്? നമ്മുടെ ചേരമാൻ പള്ളി, പാലിയം പറവൂർ ഭാഗത്താ. ഓക്കെ, പക്ഷേ പാലിയൊക്കെ നമ്മുടെ മുസ്ലിസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു പണ്ട്. പാലിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കൊടുങ്ങല്ലൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ കോട്ടപ്പുറം കോട്ട അതിനെ പറ്റിയിട്ട് എന്തായാലും പറയും. പിന്നെ അതേപോലെ മുസിരിസ്, പിന്നെ അതേപോലെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലത്തെ ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിലോട്ട് വീണ്ടും പോകാം. ദ ഹിസ്റ്ററി ഓഫ് കൊടുങ്ങല്ലൂരിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ഹിസ്റ്ററിയാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് സംഭവം ഒക്യുപ്പേഷൻ ആൻഡ് മീൻസ് ഓഫ് ലിവിങ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ കൂടുതൽ ആളുകളും എന്ത് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത്? കൂടുതലും സമുദ്രത്തിനോട് അടുത്ത് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട്, ഓഷ്യനോട് അടുത്തുള്ളതുകൊണ്ട്, കടൽ അടുത്തുള്ളത് കൊണ്ട് കൂടുതൽ പേരും ചിലപ്പോൾ മത്സ്യബന്ധനം ചെയ്യുന്നവരായിരിക്കും. അതല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കുള്ളൂ കൂടുതലും. അപ്പോൾ ആ ഒരു പ്രദേശത്തെ ഒക്യുപ്പേഷൻ ആൻഡ് മീൻസ് ഓഫ് ലിവിങ് നിർബന്ധമായിട്ടും ഈ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമത്തെ പോയിന്റ്, there should be indication about main crop that is cultivated in this area. ആ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ ഏത്? ഹാൻഡിക്രാഫ്റ്റ്, ട്രേഡ് സെന്റർ, ഹെൽത്ത്, മെഡിക്കൽ സർവീസ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാവണം. മൂന്നാമത്തെ. നാലാമത്തത് സർവൈവൽ മോഡൽ. അതായത് ആ ഒരു പ്രദേശത്ത് നമ്മുടെ ഈ പറയുന്ന മുസിരിസ് തുറമുഖത്ത് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു മഹാപ്രളയം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2018 ഒരുപാട് വരുന്നത്. ആ ഒരു പ്രളയം, അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് മറികടന്നത്? ശരിക്കും നമ്മുടെ ഹിസ്റ്ററി എടുത്ത്, കേരള ഹിസ്റ്ററി ഒക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിലോട്ടുള്ള ട്രേഡ് റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആയിരുന്നു ഈ പറയുന്ന മുസിരിസ് എന്ന്, അല്ലെങ്കിൽ ട്രേഡ് സെന്റർ ആയിരുന്നു മുസിരിസ് എന്ന് പറയുന്ന ഭാഗം. ഈ പറയുന്ന 99 വെള്ളപ്പൊക്കം എന്നൊക്കെ പറയും. ആ ഒരു വെള്ളപ്പൊക്കത്തിലാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന മുസിരിസ് തുറമുഖം അവിടെ തകർന്നതും അപ്പുറത്ത് നമ്മുടെ കൊച്ചി എന്നൊരു ഭാഗം അവിടെ ഉയർന്നു വന്നതും അറിഞ്ഞിരിക്കുക. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പ്രളയമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്തത് എന്നതിനെ പറ്റിയിട്ട് പറയണം. അനാലിസിസ് ഓഫ് വിത്ത്സ്റ്റാൻഡിങ് ഇഷ്യൂസ് വിത്ത് എ ടൊറൻഷ്യൽ റെയിൻ, ഡ്രോട്ട്, എപ്പിഡമിക്സ്, എവിക്ഷൻ ആൻഡ് ദ പോവർട്ടി ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഇപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും രീതിയിൽ പ്രദേശത്തെ പേമാരി, വരൾച്ച, പകർച്ചവ്യാധി, ദാരിദ്ര്യം, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രതിരോധിച്ചതിന്റെ വിശകലനം ഉൾപ്പെടുത്തണം. ഓക്കെ, ചരിത്രം എഴുതുന്ന സമയത്ത്. അടുത്തതാണ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡീറ്റെയിൽ റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, വുമൺ എഡ്യൂക്കേഷൻ, ലൈബ്രറീസ് എക്സെട്ര. ആ ഒരു സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനശാല തുടങ്ങിയവ വിവരിച്ചിരിക്കണം. അപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു 5 പോയിന്റ്സ് ഒന്ന് പഠിക്കാം. 3, 4, 5 ഈ 5 പോയിന്റ്സ് ഹെഡിങ്സ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ 5 എണ്ണം ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ്, ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റ്സ്, ഒക്യുപ്പേഷൻ ആൻഡ് മീൻസ് ഓഫ് ലിവിംഗ്, സർവൈവൽ മോഡൽസ്, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു പ്രാവശ്യം കൂടെ, ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ്, ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റ്സ്, ഒക്യുപ്പേഷൻ ആൻഡ് മീൻസ് ഓഫ് ലിവിംഗ്, സർവൈവൽ മോഡൽസ്
ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 പോയിന്റ്സ് വേഗം ഒന്ന് പഠിക്കുക. മലയാളത്തിലെ ഭൂപ്രകൃതി, ചരിത്ര സ്മാരകം, ഉപജീവനം, അതിജീവന മാതൃകകൾ, ലാസ്റ്റ് പോയിന്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ. 5 പോയിന്റ്സ് ഒന്ന് പഠിക്കുന്നു. പഠിച്ചവർ വേഗം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഈ 5 പോയിന്റ്സ് പഠിക്കാത്ത ഒരാളും ഉണ്ടാവരുത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 4 കുഞ്ഞു പോയിന്റുകളും കൂടിയേ ഉള്ളൂ. അത് പെട്ടെന്ന് കഴിയും. ഓക്കെ, ഫാസ്റ്റ് 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 ഫാസ്റ്റ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞ് എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം എന്നെ ഒന്ന് തിരിച്ച് പഠിപ്പിച്ച എല്ലാവരും പേനയും സാധന സാമഗ്രികളൊക്കെ എടുത്തോളൂ. പേജ് നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്യുമോ ആരെങ്കിലും ഒരാൾ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെയോ മെറ്റീരിയലിൻ്റെയോ പേജ് നമ്പർ. മെറ്റീരിയൽ 27ാമത്തെ ചോദ്യമായിരിക്കും. യെസ്, കുറേ പേര് പഠിപ്പിക്കുന്നു. 65 കേട്ടോ പേജ് നമ്പർ. ടെക്സ്റ്റ് ബുക്കിൽ എത്രയാ? ടെക്സ്റ്റ് ബുക്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തോ ആരെങ്കിലും ഒരാൾ. യെസ്, മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഓക്കെ 65 പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാം. സാർ ഒരു 5 6 പേരോട് ചോദിക്കാം നമുക്ക് വേഗം. ഓക്കെ, വിളിച്ചോളൂ. ആദ്യത്തെ ആൾ ആരാ? നെവിൻ. നെവിൻ എന്ന് പറയാം. പറഞ്ഞോ. സൂപ്പർ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി 4 കൂടെ പഠിക്കാം. ഓക്കെ സാർ, അടുത്ത ഒരാളെ വിളിച്ചോ. ആരാ? ഡാനിഷ. ഡാനിഷ പറഞ്ഞോ, ഏതൊക്കെയാണ് 5 പോയിന്റ്സ്? കിട്ടണില്ല, ഒരു പ്രാവശ്യം കൂടെ നോക്കി വായിച്ചോ, കിട്ടും എന്തായാലും. ആദ്യത്തേക്ക് നല്ല സ്പീഡായിട്ട് പറഞ്ഞല്ലേ, കിട്ടും, പേടിക്കണ്ട കേട്ടോ. ഓക്കെ സാർ, അടുത്ത ഒരാളെ വിളിച്ചോ. ആരാ? വൈഭവ്. വൈഭവ് പറഞ്ഞോ. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, യെസ്. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ആരാ? വൈഗ. ഉഷാറായിട്ട് പറഞ്ഞേ, ഏതൊക്കെയാണ് ഒരു 5 കാര്യങ്ങൾ പ്രാദേശിക ചരിത്ര രചനയിൽ ശ്രദ്ധിക്കേണ്ടത്? പറഞ്ഞോ. Historical monuments, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ മോനെ, ഗുഡ്. യെസ്. ഓക്കെ, അടുത്ത 4 ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ ടേബിളിലുള്ളത്. ഓക്കെ, ആരാണ് സാർ ഈ ചിരിച്ചിരിക്കുന്നത്? സാനിയ. യെസ്, സാനിയ കുട്ടി പറഞ്ഞോ, ഏതൊക്കെയാണ് ഒരു 5 പോയിന്റ്സ്? Historical monuments, occupation, means of living, survival models, cultural institutions. ഓക്കെ മോനെ, ഗുഡ്. അടുത്ത 4 വെറുതെ പേര് മാത്രം ഒന്ന് വായിച്ചു നോക്കോട്ടെ. സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, അടുത്ത ഒരാളുടെ കൂടെ ചോദിക്കാം. അഭിരാം. ഓക്കെ, അഭിരാമെ പറഞ്ഞോ, ഏതെങ്കിലും ഒരു 5 പോയിന്റ്സ്. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഈ 5 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സെറ്റാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച എല്ലാവരും സ്ക്രീനിലേക്ക്. യെസ്, ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു 4 കുഞ്ഞു പോയിന്റുകൾ കൂടിയുള്ളൂ നോക്കാം. ഒന്നാമത്തതാണ് ലാൻഡ് റിലേഷൻസ്. ഓക്കെ, 6ാമത്തെ പോയിന്റ് എഴുതി വെച്ചോ, ലാൻഡ് റിലേഷൻസ്. ഭൂബന്ധങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഭൂബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡീറ്റെയിൽസ് ഓഫ് അഗ്രികൾച്ചറൽ ടൈപ്സ്, ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ഓൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. ആ ഒരു സ്ഥലത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം,
പഴയ സ്ഥിതി വിവര കണക്കുകൾ ഇവ അതിൽ ഉൾപ്പെടുത്തണം. പണ്ട് ആ ഒരു സ്ഥലത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, ജന്മി സമ്പ്രദായം, നമുക്കറിയാം പണ്ട് ജന്മികളൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ ഭൂമിയുടെ ഉടമകളൊക്കെ ആയിട്ടുണ്ടായിരുന്നവർ, ജമീന്ദാർമാരെന്നൊക്കെ പറയും. മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത വർഷങ്ങളൊക്കെ നമ്മൾ പഠിക്കും അതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. പഴയ സ്ഥിതി വിവര കണക്കുകൾ, പണ്ടത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയും. അതായത് ആരുടെ കയ്യിലായിരുന്നു ഭൂമി കൂടുതൽ കൈവശം ഉണ്ടായിരുന്നത്, ആരൊക്കെയായിരുന്നു ഭൂ ഉടമകളായിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഭൂബന്ധങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അഥവാ ലാൻഡ് റിലേഷൻസ് എന്ന് പറയും. പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു പേര് മാത്രം നോക്കിയാൽ മതി. അടുത്തതാണ് പാട്രിയോട്ടിസം. എന്താണ് പാട്രിയോട്ടിസം? മലയാളത്തിൽ പറയും ദേശീയ ബോധം എന്ന് പറയും. ഏഴാമത്തതാണ് പാട്രിയോട്ടിസം അഥവാ ദേശീയ ബോധം. പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കാം. ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, അതേപോലെ നാഷണൽ മൂവ്മെന്റ്സ് and personalities of national importance of an area is to be included. അപ്പോൾ പാട്രിയോട്ടിസം ക്ലിയർ ആയിരിക്കുള്ളൂ. ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയും, രാഷ്ട്രീയ പാർട്ടികൾ എന്നൊക്കെ പറയൂലേ, അതേപോലെയുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതേപോലെ രാഷ്ട്രീയ സമരങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ടത് നടന്നിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ പേഴ്സണാലിറ്റീസ് ഓഫ് ദ നാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളൊക്കെ ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ പുന്നപ്ര വയലാർ സമരം കേട്ടിട്ടുള്ളവർ ഡാറ്റ കാണിച്ച്. കേട്ടിട്ടില്ല. കയ്യൂർ സമരം കേട്ടിട്ടുള്ളവർ ഡാറ്റ കാണിച്ച്. അരങ്ങണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹം കേട്ടിട്ടുള്ളവർ. അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള ഇതേപോലെയുള്ള കുറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സെക്ഷനിൽ വേണം നമ്മളത് ഉൾപ്പെടുത്താനായിട്ട്. പാട്രിയോട്ടിസം, അതേപോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്ത് എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഓക്കെ, യെസ്. അടുത്തത് എട്ടാമത്തത് എഴുതി വെച്ചോ, എഴുതി തന്നെ പഠിച്ചു പോകണം കേട്ടോ ഈ 9 പോയിന്റ്സും. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഡെവലപ്മെന്റ്സ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഡെവലപ്മെന്റ്സ്. എട്ടാമത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വികസനവും. പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്ര രചനയിൽ ഉൾപ്പെടുത്തണം. ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ദയർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ റീജിയൻ ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 8ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അല്ലൊക്കെയാണോ ഈ അല്ലാന്നാണോ ഈനാന്നാണോ ഫസ്റ്റ് ഇരിക്കുന്ന കോച്ചിന്റെ പേര്? എയ്ന. എയ്ന സത്യം പറ, എന്താണ് ഇപ്പൊ കൊണ്ടുപോയി അയിൽ വെച്ച് തന്നത്? ഈശ്വര, അത് ഇറങ്ങാണ്ട് ഇപ്പൊ എങ്ങനെ പറയും? ഓക്കെ, ആരോ കൊണ്ട് എന്തോ കൊടുക്കുന്ന കണ്ടായിരുന്നു. ഓക്കെ, എന്താണ്? കണ്ട് ഇടിയപ്പോ, വാട്ടർമെലൺ. സർ ഇനി ഉണ്ടല്ലേ സമയം കുറെ. ഓക്കെ, അതിനെ മാറ്റി അവിടെ നിന്ന്. ഓക്കെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഈ പഞ്ചായത്ത്, വില്ലേജ്, മുനിസിപ്പാലിറ്റി പോലുള്ള സാധനങ്ങളില്ലേ, അത്തരം സ്ഥാപനങ്ങളുടെ ചരിത്രങ്ങളും കൂടി എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഈ പറഞ്ഞ വികസനത്തിലൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റും കൃത്യമായിട്ടുള്ളൊരു റോൾ അവിടെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് 9ാമത്തത് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി മലയാളത്തിൽ പറയും ഗ്രന്ഥസൂചി എന്ന് പറയും. ബിബ്ലിയോഗ്രഫി മുമ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഡാറ്റ കാണിച്ച്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച്. ബിബ്ലിയോഗ്രഫി കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, കേട്ടിട്ടില്ല എന്നല്ലേ സാർ ഭൂരിഭാഗം പേരും പറയുന്നത്? യെസ്. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ 9ാമത്തെ പോയിന്റ് ആണ് ഗ്രന്ഥസൂചി എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഡാറ്റ, അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താനായിട്ട് അല്ലെങ്കിൽ വിശ്വാസ്യത ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഡോക്യുമെന്റ്സും മറ്റു സാധനങ്ങളുടെയും സോഴ്സ് കാണിക്കലാണ് എന്ത് പറയുന്നത്, ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാസ് ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഒന്നും കൂടെ പറയാം, നമ്മൾ ഉപയോഗിച്ച ഡാറ്റ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവും. അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് അതിൻ്റെ ലാസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതിനെ പറയുന്നതാണ് എന്ത് പറയുന്നത്, ബിബ്ലിയോഗ്രഫി അഥവാ ഗ്രന്ഥസൂചി എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച എല്ലാവരും. ഓക്കെ, യെസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പൊ പ്രോപ്പർ ആയിട്ട് മനസ്സിലായിക്കോളും. ഇപ്പോ
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഡാറ്റയെ പറ്റിയിട്ട് പറയുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഡാറ്റയെ പറ്റിയിട്ട് പറയുന്നു. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയത് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ്? അറിയാവുന്നവരെന്ന് ആൻസർ കമന്റ് ചെയ്തേ. യെസ്, യു പി. അപ്പോൾ യു പി ആണ് ഇന്ത്യയിലത്തെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ, ജനസംഖ്യ കൂടിയ സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നതിനോടൊപ്പം തന്നെ എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പറഞ്ഞാണെന്നാ ആരെന്നാ പറഞ്ഞ അഭിനന്ദ. ഓക്കെ, അങ്ങനെ പറയാൻ എന്താ ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ എന്താണ്, എവിടെ നിന്നാണ് ഈ സാധനം കിട്ടിയേക്കുന്നത് എന്നുള്ളൊരു സോഴ്സ് ലാസ്റ്റ് എന്ത് ചെയ്യണം? അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അത് ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഡാറ്റ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, കാര്യങ്ങൾ ഒന്നിച്ച് കൊടുക്കുന്നതാണ് ബിബ്ലിയോഗ്രഫി എന്നവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ ഒക്കെ പ്രൊജക്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ലെവലിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല, കോളേജ് ലെവലിലൊക്കെ ചെയ്യുന്ന പ്രൊജക്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ബിബ്ലിയോഗ്രഫി കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഇതിൽ ആഡ് ചെയ്തേക്കുന്ന ഡാറ്റ കിട്ടാനായിട്ട് എവിടെയൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട് അതിനെയാണ് എന്ത് പറയുന്നത്, ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ ഇപ്പോ. ഓക്കെ, അപ്പോൾ ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തോളാം എന്താണ് ബിബ്ലിയോഗ്രഫി. ബുക്കിന്റെ ഒക്കെ ഏറ്റവും ലാസ്റ്റ് അത് ഉണ്ടാവുള്ളൂ. അതിൽ എന്തായിരിക്കും കൊടുത്തേക്കുന്നത്, ഈ പുസ്തകത്തിൽ യൂസ് ചെയ്തേക്കുന്ന ഡാറ്റയുടെ സോഴ്സ് എവിടെ നിന്നാണ് എന്നാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 4 പോയിന്റുകൾ വേഗം ഒന്ന് പഠിക്കാം. ഭൂബന്ധങ്ങൾ അഥവാ ലാൻഡ് റിലേഷൻ എഴുതിയിട്ടുണ്ടാകും. ദേശീയ ബോധം അഥവാ പാസ്റ്ററലിസം. അടുത്തത് ഇവിടെ എഴുതാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല. പാസ്റ്ററലിസം. അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതേപോലെ വികസനവും. അടുത്തത് ഗ്രന്ഥസൂചി അഥവാ ബിബ്ലിയോഗ്രഫി. ഓക്കെ, യെസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? പാട്രിയോട്ടിസം കേട്ടോ, ലാൻഡ് റിലേഷൻ, പാട്രിയോട്ടിസം, അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ബിബ്ലിയോഗ്രഫി. അപ്പോൾ ഈ ഒരു 4 പേരുകൾ വേഗം ഒന്ന് പഠിച്ചേ. ലാൻഡ് റിലേഷൻ അഥവാ ഭൂബന്ധങ്ങൾ, പാട്രിയോട്ടിസം അഥവാ ദേശീയ ബോധം, പിന്നെ അതിനുശേഷം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഡെവലപ്മെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതേപോലെ വികസനവും. ലാസ്റ്റ് പോയിന്റ് ബിബ്ലിയോഗ്രഫി അഥവാ ഗ്രന്ഥസൂചി. ഓക്കെ സാർ, എല്ലാവരും റൈസ് ഹാൻഡ് ഒന്ന് മാറ്റൂ. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാം. ഇനി പഠിച്ചു കഴിഞ്ഞവർ മാത്രം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ സാറേ, നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. ലാസ്റ്റ് പഠിച്ച 4 പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. യെസ്, വിളിച്ചോളൂ. ആരാ? ആന്റോണിയോ. ഓക്കെ, ആന്റോണിയോ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് ലാസ്റ്റ് പഠിച്ച ഒരു 4 പോയിന്റ്സ്? patriotism, local self-government bodies and development, bibliography. Okay മോനെ, സൂപ്പർ, അടിപൊളിയായിട്ട് പറഞ്ഞു. ഓക്കെ, യെസ്. ഗൗരി പത്മ, ഇന്നലെ നീ ക്ലാസ്സിലുണ്ടായിരുന്നോ? എവിടെ പോയി? എവിടെ? തലവേനായിരുന്നു വയ്യ. പോട്ടെ, പറഞ്ഞോ. ഇപ്പൊ പഠിച്ച 4 പോയിന്റ്സ് ഏതൊക്കെയാ? ബിബ്ലിയോഗ്രഫി. ഓക്കെ, ഗ്രന്ഥസൂചി എന്ന് പറയും. ഓക്കെ, യെസ്. ഓക്കെ സാർ, നമുക്ക് ഒരാളുടെ അടുത്തും കൂടെ ചോദിക്കാം ലാസ്റ്റ്. ആരാ? പൃഥ്വി. പൃഥ്വി പറഞ്ഞോ, ഏതൊക്കെയാണ്? മൈക്കൊന്ന് അടുപ്പിച്ച് പിടിച്ചിട്ട് പറഞ്ഞോ. പറഞ്ഞോ. Land relation, patriotism, local self-government body and development, ബിബ്ലിയോഗ്രഫി. ഓക്കെ, സൂപ്പർ. അപ്പോ ഇനി ഒരു ചലഞ്ച്, ഓപ്പൺ ചലഞ്ച്. 9 പോയിന്റ്സും തെറ്റാതെ പറയാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തു. കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 9 എണ്ണവും തെറ്റാണ്ട് പറയാൻ പറ്റും എന്ന് ചങ്കൂറ്റമുള്ളവർ റൈസ് ഹാൻഡ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് നമ്മുടെ സഞ്ജു സാർ സ്നിക്കേഴ്സ് തരും എന്നാണ് പറയാൻ പറഞ്ഞത്. ഓക്കെ, ഞാനോ? ഞാനങ്ങനെ എവിടെ? വേണ്ട, അറിയാണ്ട് കുറച്ച് നേരത്തെ ഒരെണ്ണം കഴിച്ചു പോയി കേട്ടാ. അറിയാണ്ടാണ്ട് ഒരു കയ്യബദ്ധം. സാധാരണ സ്നിക്കേഴ്സ് കഴിക്കാറില്ല.
നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം. ഓക്കെ, ഇനി കറക്റ്റ് ആയിട്ട് 9 എണ്ണം പറയുന്നവർക്ക് സഞ്ജു സാർ സ്നിക്കേഴ്സ് മേടിച്ചിരുന്നുണ്ടോ പറഞ്ഞേക്കാം. യെസ്, വിളിച്ചോ സാർ. തെറ്റാതെ സ്പീഡിൽ പറഞ്ഞോ, ഇടയിൽ വിക്കി കഴിഞ്ഞാൽ പോയി. ഓക്കെ, വിളിച്ചോ. ആരാ? അതിഥി. യെസ്, അതിഥി പറഞ്ഞോ. Physiographic features, historical monuments, survival methods, baptization, land relation, local self-government bodies and development, bibliography, cultural institutions. പറഞ്ഞോടിയുണ്ട്. യെസ്, ജസ്റ്റ് മിസ്. പോട്ടെ, എന്തായാലും അടിപൊളിയായിട്ട് പറഞ്ഞു. ഓക്കെ, 8 എണ്ണം പറഞ്ഞു, ഒരെണ്ണത്തിനാണ് പോയത്. പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, യെസ്, സൂപ്പർ. ഓക്കെ, അടുത്ത കാരണം സാർ. അഭിനവേ പറ. Physiographic features, historical movements, occupational means of life, survival modes, cultural institutions, land relations, patriotism, local self-government institutions, bibliography. വൗ, സൂപ്പർ. എടാ അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടാ. ഓക്കെ, യെസ്. ആ വീട് എവിടെയാണ്? നെയ്തുകുടി. കൊടുക്കൂല എന്തായാലും. നമ്മുടെ പവർ സെന്ററിൽ വരുന്നവർക്ക് ഞാൻ സ്നിക്കേഴ്സ് വിളിച്ചത്. ശരിക്കും അഭിനയിച്ചിട്ടാ എല്ലാരും കൂടെ വരുന്നുണ്ടാ. ഓക്കെ, യെസ്. അപ്പോ അഭിനവേ മറക്കണ്ട. ഓക്കെ സാർ, നമുക്ക് ഒരാളുടെ അടുത്ത് കൂടെ ചോദിക്കാം. നീ പവർ സെന്ററിൽ വരുമ്പോൾ നീ എന്നെ ചോദിക്കണം, ഞാൻ വന്നതിനെ കൊണ്ട് തരുന്നിരിക്കും. ഓക്കെ, ഓക്കെ. ഒരാളുടെ അടുത്ത് കൂടെ ലാസ്റ്റ്. ഇപ്പൊ മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ പറയാം സാർ. ആരാണ്? കുറെ നേരമായില്ല പറയുന്നത്. അവിടെ ഏഞ്ചലിൻ പറഞ്ഞോ. ഒരാളല്ലേ ഇത്? ഏഞ്ചലിൻ പറഞ്ഞോ. ഓക്കെ, ഓക്കെ. ഒരെണ്ണം ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു, പിടിച്ചോ, കുഴപ്പമില്ല. അതെ അതെ അതെ, പറഞ്ഞോ, അഡ്മിറ്റ് ചെയ്തോ. ഹലോ സാർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. Survival models, cultural institutions, land relation, practice, local government bodies and development, bibliography. Yes, super. ഓക്കെ, അത് അടിപൊളിയായിട്ട് പറഞ്ഞ് സൂപ്പർ. അപ്പോൾ മറക്കണ്ട സ്നിക്കേഴ്സ് മേടിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അല്ല ഇവിടെ സ്നിക്കേഴ്സ് കൊടുക്കാനായിട്ട് സാർ മറക്കില്ലല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ പേടിക്കണ്ട, ഞാൻ അടുത്ത ചോദ്യങ്ങളിൽ ബാക്കിയുള്ളവർക്കും ചാൻസ് തരാം. ഓക്കെ, അടുത്തതും ഇതേപോലത്തെ ഒരു ചോദ്യമാണ് സാർ. അടുത്ത ചോദ്യം, അടുത്തത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ചോദ്യമാണ്. അത് നമുക്കൊരു കാര്യം ചെയ്താലോ, ബ്രേക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? യെസ്, അപ്പോഴത്തേക്ക് ബ്രേക്ക് കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ് എനർജി ആയിട്ട് വരണം കേട്ടോ. ഓക്കെ, ഈ വർഷത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. യെസ്, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ വർഷം സാർ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തു. നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഇപ്പോൾ ഈ സഞ്ജിത് സാർ ഇരിക്കുന്ന സ്ഥലത്ത് ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ഫാസിൽ സാറാണ്. ഓർമ്മയുള്ളവർ ഡാറ്റ കാണിച്ചേ. ഫാസിൽ സാറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ മുഗൾ ചക്രവർത്തിമാരെയൊക്കെ കുറിച്ചിട്ട് പഠിപ്പിച്ചപ്പോൾ മുഗൾ വന്നു. മുഗൾ കഴിഞ്ഞിട്ട് പിന്നെ വിജയനഗര സാമ്രാജ്യത്തോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കെമ്പഗൗഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രംഗണനെയൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെയാണ് നമ്മുടെ 7ാം ക്ലാസ് നമ്മൾ സോഷ്യൽ സയൻസ് ക്ലാസ് ഫയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്താ, വെറും ചുമ്മാ ഫയർ ക്ലാസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എത്തുന്നു ലാസ്റ്റ് ക്ലാസ്സിലോട്ട്, മീൻസ് ലാസ്റ്റ് ടോപ്പിക്കിലോട്ട്. ഈ ഒരു ചാപ്റ്ററിലെ പ്രാദേശിക ചരിത്ര രചന, അതായത് ഈ ലോക്കൽ ഹിസ്റ്ററിയൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവണം. ഓക്കെ, അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവണം. ആ സ്ട്രക്ചറാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡ്രസ്സിങ്ങിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യം ഡ്രസ്സ് ചെയ്യേണ്ടത് ഏതാണ് എന്നുള്ളൊരു ചെറിയൊരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അതേപോലെ എന്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു കുഞ്ഞ് സ്ട്രക്ചർ ഉണ്ടാവും, ഒരു ഓർഡർ ഉണ്ടാവും. സോ ആ ഒരു ഓർഡറിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സാർ, ഒരു മിനിറ്റ്, നമ്മൾ ഒരു ഓർഡറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ലാസ്റ്റ് കൺസെപ്റ്റിൽ പഠിക്കുന്നത്, ഒരു ഓർഡറിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ സാർ? ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ടൈറ്റിൽ.
എല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം എഴുതിക്കൊള്ളുക. ഈ ഒരു ഫുൾ പോയിന്റ്സ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ടൈറ്റിൽ, അതായത് തലക്കെട്ട്. രണ്ടാമത്തത് കണ്ടന്റ് അഥവാ ഡിക്ലറേഷൻ ഓഫ് ദ സ്റ്റുഡന്റ്, തൽക്കാലം കണ്ടന്റ് എന്ന് മതി, ഉള്ളടക്കം. 3 സർട്ടിഫിക്കറ്റ് അഥവാ സാക്ഷ്യപത്രം. അടുത്തത് അക്നോളജ്മെന്റ് അഥവാ നന്ദി പ്രസ്താവന. അടുത്തത് ഇൻട്രൊഡക്ഷൻ, ആമുഖം. അടുത്തത് ചാപ്റ്റേഴ്സ്, ദാറ്റ് മീൻസ് അധ്യായങ്ങൾ. അടുത്തത് കൺക്ലൂഷൻ അഥവാ ഉപസംഹാരം. ലാസ്റ്റ് പോയിന്റ് റെഫറൻസ്. റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര്, സന്ദർശിച്ച സ്ഥലങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് ആണ് അപ്പൻഡീസസ് അഥവാ അനുബന്ധങ്ങൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഫോട്ടോ, പാട്ട്, ചോദ്യാവലി, കാര്യങ്ങളെല്ലാം. ലാസ്റ്റ് പോയിന്റ് ആണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ തെറ്റാതെ ഒന്ന് പഠിക്കാൻ പറ്റണം. സാർ എല്ലാവരും റൈസ് ഹാൻഡ് ഒന്ന് മാറ്റി മാക്സിമം സ്പീഡിൽ ഒന്ന് പഠിച്ചു തീർക്കാൻ നോക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ: ടൈറ്റില്, കണ്ടന്റ്, സർട്ടിഫിക്കറ്റ്, അക്നോളജ്മെന്റ്, ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ, കൺക്ലൂഷൻ, റെഫറൻസ്, അപ്പൻഡീസസ്, ബിബ്ലിയോഗ്രഫി. 10 പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 10 പോയിന്റ് ഉണ്ട്. ഈ 10 പോയിന്റും പഠിച്ചു കഴിഞ്ഞവർക്ക് എന്താ നേരത്തെ പോലത്തെ ഒരു ഓഫർ തന്നേക്കാം. ഓക്കെ, നേരത്തെ പോലത്തെ ഓഫർ തന്നേക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ സാർ? സ്നിക്കേഴ്സ് തന്നെ മതിയല്ലേ? എന്നാ കിറ്റ് കാറ്റ്. ഓക്കെ, പിടിച്ചോ. ആദ്യം 10 എണ്ണം തെറ്റാതെ പറയുന്നവർക്ക് റാൻഡം ആയിട്ട് വിളിക്കുകയുള്ളൂ. യെസ്, റൈസ് ഹാൻഡ് ചെയ്തവരിൽ നിന്ന് റാൻഡം ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ: ടൈറ്റിൽ, കണ്ടന്റ്, സർട്ടിഫിക്കറ്റ്, അക്നോളജ്മെന്റ്, ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ, കൺക്ലൂഷൻ, റെഫറൻസ്, അതേപോലെ അപ്പൻഡിക്സ്, ബിബ്ലിയോഗ്രഫി. ഓക്കെ, ഒന്നുകൂടെ: ടൈറ്റിൽ, കണ്ടന്റ്, സർട്ടിഫിക്കറ്റ്, അക്നോളജ്മെന്റ്, ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ, കൺക്ലൂഷൻ, റെഫറൻസ്, അപ്പൻഡിക്സ്, ബിബ്ലിയോഗ്രഫി. മലയാളത്തിൽ ഇതേപോലെ ഒന്ന് കണ്ണടച്ചിട്ടൊക്കെ 2 പ്രാവശ്യം പറഞ്ഞു നോക്കുക, കിട്ടും എന്തായാലും. ഓക്കെ, മലയാളത്തിൽ നോക്കാം. ഓക്കെ, നോക്കാം. തലക്കെട്ട്, ഉള്ളടക്കം, സാക്ഷ്യപത്രം, നന്ദി പ്രസ്താവന, ആമുഖം, അധ്യായം, ഉപസംഹാരം, പരാമർശങ്ങൾ, അതേപോലെ അനുബന്ധങ്ങൾ, അതേപോലെ ഗ്രന്ഥസൂചി. ഒരു പ്രാവശ്യം കൂടെ: തലക്കെട്ട്, ഉള്ളടക്കം, സാക്ഷ്യപത്രം, നന്ദി പ്രസ്താവന, ആമുഖം, അധ്യായങ്ങൾ, ഉപസംഹാരം, പരാമർശങ്ങൾ, അതേപോലെ അനുബന്ധങ്ങൾ, ഗ്രന്ഥസൂചി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ അവിടെ പഠിച്ച് കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്ട് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഉപയോഗിക്കേണ്ട സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് ഈ തന്നേക്കുന്നത്. ആ ഒരു പ്രൊജക്റ്റിൽ ഉപയോഗിക്കേണ്ട സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് ഈ തന്നേക്കുന്നത്. പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ മക്കളൊക്കെ വേഗം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത്. പഠിച്ചു കഴിയാത്തവർ വേഗം ഒന്ന് ഉറക്കെ ആ 10 സ്റ്റെപ്സ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ചു കഴിയും. ഫാസ്റ്റ്. സാർ പിക്ചേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും. ഓക്കെ, യെസ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. റൈസ് ഹാൻഡുകളുടെ എണ്ണം കൂടുന്നു. യെസ്, ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം ഒരുമിച്ച് പറഞ്ഞു നോക്കിക്കോ, ഉറക്കെ. വീട്ടിലെല്ലാവരും കേൾക്കാൻ പാകത്തില്ല കേട്ടോ. ചിലപ്പോൾ ഈ ഒരു പ്രാവശ്യം കൂടെ പറയുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്. ടൈറ്റിൽ, കണ്ടന്റ്, സർട്ടിഫിക്കറ്റ്, അക്നോളജ്മെന്റ്, ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റേഴ്സ്, കൺക്ലൂഷൻ, റെഫറൻസ്, അപ്പൻഡിസസ്, ബിബ്ലിയോഗ്രഫി. വൺസ് അഗെയിൻ ലാസ്റ്റ് റൗണ്ട് സ്പീഡിൽ: ടൈറ്റിൽ, കണ്ടന്റ്, സർട്ടിഫിക്കറ്റ്, അക്നോളജ്മെന്റ്, ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ, കൺക്ലൂഷൻ, റെഫറൻസ്, പിന്നെ അപ്പൻഡിസസ്, പിന്നെ നോട്ട് ഉണ്ടായിരുന്നല്ലോ ബിബ്ലിയോഗ്രഫി. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ അവിടെ കഴിയുന്നു. ഓക്കെ, യെസ് സാർ ഞാൻ പഠിച്ചു എന്ന് കുറേ പേര് പറയുന്നു. ഇനി മലയാളം കൂടെ ഒരു പ്രാവശ്യം എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയേക്കാം. മലയാളം കൂടെ: തലക്കെട്ട്, ഉള്ളടക്കം, സാക്ഷ്യപത്രം, നന്ദി പ്രസ്താവന, ആമുഖം, അധ്യായങ്ങൾ, ഉപസംഹാരം, പരാമർശങ്ങൾ, അനുബന്ധങ്ങൾ, ഗ്രന്ഥസൂചി. ഓക്കെ, ടൈം അപ്പ്. ഇത്ര സമയം മതി എന്തായാലും. ഇപ്പൊ കുറെ പേര് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. യെസ് സാർ വിളിച്ചാലോ? റാൻഡായിട്ട് വിളിച്ചോ? ആരാ? യെസ്, സിദ്ധാർത്ഥ പറഞ്ഞോ. ഇവൻ എനിക്ക് തോന്നുന്നു വീട്ടിൽ വെച്ചിട്ട് ഈ സാധനം പഠിച്ചു കഴിഞ്ഞവനാണെന്ന് തോന്നുന്നത്. ഓക്കെ, എടാ അല്ല ഇപ്പൊ പഠിച്ചതാ. എന്തായാലും ഗ്രേറ്റ് എഫേർട്സ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ സംഭവം നമ്മുടെ സാറിനെ ഇത് മേടിക്കാൻ മറക്കണ്ട കേട്ടോ. ഇടയ്ക്ക് മെസ്സേജ് ഓർമ്മിപ്പിച്ചോളൂ. കിക്കറ്റ് ഞാനല്ലേ പറഞ്ഞത്? യെസ്, ഞാൻ ഇടയ്ക്ക് മറന്നു കേട്ടോ. സാറിന് ഓർമ്മിപ്പിച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പറവൂർ സെന്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ
വീട് എവിടെ? കോട്ടക്കര. കോട്ടക്കര ഇതൊക്കെ കേട്ടിട്ട് വരൂ. ഓക്കെ, സെക്ഷൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ അന്ന് പറയാം നമുക്ക് എന്തായാലും കേട്ടോ. ഓക്കെ, യെസ് സാർ. അടുത്തത് എന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. യെസ്, സിദ്ധാർത്ഥ്. ഓക്കെ, അല്ല ഈ എന്റെ പിള്ളേർ പേര് ഞാൻ ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പേര്. ഓക്കെ, സിദ്ധാർത്ഥ്. ഓക്കെ, ഇനി അടുത്തത് സാർ റാൻഡം ആയിട്ട് വിളിച്ചോ. യെസ്, അയ്യോ കുറെ പേരുണ്ടല്ലോ റൈസ് ഹാൻഡ്. ഒരു കള്ള ലക്ഷണമുള്ളവരെ വിളിച്ചോ. ആന്റിയെ വിളിച്ചോ, എന്നാ വിളിച്ചോ. പറഞ്ഞോ. Candidate certificate, introduction, acknowledge, constitution, bibliography. ഓക്കെ, ടൈം അപ്പ്. എന്തായാലും 7 പോയിന്റ് പറഞ്ഞു. സൂപ്പർ കേട്ടോ. ഓക്കെ സാർ, അടുത്തൊരാൾ. യെസ്, നെക്സ്റ്റ് കിട്ടിയോ? വിളിച്ചോ. യോഹാൻ. യോഹാൻ പറഞ്ഞോ. Title contained certificate, acknowledgement, introduction, chapter, conclusion, reference, appendix, അപ്പൻഡിസസ്. ഓക്കെ, പിന്നെ bibliography. ബിബ്ലിയോഗ്രഫി. യെസ്, ഒരു ക്ലാസ് കൊടുത്ത എല്ലാവരും. എടാ സൂപ്പർ കേട്ടാ. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട കേട്ടോ. യെസ്, അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കഴിയുന്നതിന് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അവസാനിപ്പിക്കുക. നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത ഒരു കണ്ടന്റ് വെച്ചിട്ടായിരുന്നു. നമ്മുടെ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ വർഷത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് എൻഡ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാകാം. എല്ലാവരും നോട്ട് ബുക്ക് ഒന്ന് എടുക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. സാറേ മാറ്റല്ലേ, ഒരു മിനിറ്റ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആക്ടിവിറ്റി ആണ് കേട്ടോ. ഒരു ആക്ടിവിറ്റി 5 മാർക്കിന്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം 1 മാർക്ക്, രണ്ടാമത്തെ ചോദ്യം 1 മാർക്ക്, മൂന്നാമത്തെ ചോദ്യം 3 മാർക്ക്. ഓക്കെ, യെസ്, 1 മാർക്ക് 1 മാർക്ക് 3 മാർക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കരുത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷ പേപ്പറിൽ കണ്ടാൽ എന്നെ സംശയിക്കരുത്. എനിക്ക് സഞ്ജു സാർ പറയാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പം അതാണല്ലോ ട്രെൻഡ്. യെസ്, ഓക്കെ, യെസ്. ആക്ടിവിറ്റി 4 ഇത് ചോദിക്കുകയാണെങ്കിൽ എന്നെ സംശയിക്കുക ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഓക്കെ, ഫാസ്റ്റ്. ആദ്യത്തെ ഓർഡർ സിമ്പിളാ. പ്രാദേശിക ചരിത്ര രചനയ്ക്ക് സഹായിക്കുന്ന സ്രോതസ്സുകൾ ഏതെല്ലാം? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ച ചോദ്യം ഏതായിരുന്നു? ഏതെങ്കിലും ഒരു 5 പോയിന്റ്, അതല്ലെങ്കിൽ 6 പോയിന്റ്, ചില മാക്സിമം 3 പോയിന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് തരും. എന്നാൽ അറിയാവുന്ന അത്രയും പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തോളൂ ലാസ്റ്റ് ചോദ്യത്തിൽ. എഴുതി കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ചെയ്യണം കേട്ടോ. എഴുതി കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. എത്ര കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മഹാശിലാ കാലഘട്ടത്തിൽ വലിയ കളിമൺ ഭരണികളാണ് ഡാഷ്. മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ചെയ്യണം കേട്ടോ. യെസ്, ആൻലിയ ചെയ്തിട്ടുണ്ട്, പൃഥ്വി ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ, കുറേ പേരുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം അല്ലേ?
ഊരി ചേരണ്ട. ഓക്കെ, യെസ്. യെസ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഒരാളെ വിളിച്ചു ചോദിച്ചാലോ? റൈസ് ഹാൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, പറഞ്ഞോ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാ? മിത്ര പറയൂ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാ? ഏതാ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം? യെസ്, നന്നങ്ങാടീസ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നന്നങ്ങാടികൾ എന്നാണ്. എത്ര പേര് ശരിയാക്കിയവരൊക്കെ ഡാറ്റ കാണിച്ചേ? യെസ്, പിക്ചറൊക്കെ കാണിച്ചെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. മിത്ര സൂപ്പർ. അടുത്തത് രണ്ടാമത്തത്, എടക്കൽ കേവ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? അടുത്ത വേറൊരാളുടെ അടുത്ത് ചോദിക്കാം. എടക്കൽ ഗുഹ ഏത് സംസ്ഥാനത്ത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ സാർ, ആരാ വിളിക്കും? വൈഗ കുട്ടി ഒന്ന് പറഞ്ഞേ, ഏത് ജില്ലയിലാ? സാർ അൺമ്യൂട്ട് ആയിട്ടില്ലല്ലോ, മോനെ അൺമ്യൂട്ട് ചെയ്തോ. ഏത് ജില്ലയിലാ മോനെ? അൺമ്യൂട്ടിന്റെ അവിടെ ഓക്കെ പ്രസ് ചെയ്തേ. ഇനി പറഞ്ഞോ, ഏത് ജില്ലയിലാ? പറഞ്ഞോ, കേൾക്കുന്നില്ല, ഉറക്കെ പറ. പറഞ്ഞോ, എടക്കൽ ഗുഹ ഏത് ജില്ലയിലാ? അയ്യോ കേൾക്കുന്നില്ല മോനെ, ഒന്ന് സൗണ്ട് ഒന്ന് ഉറക്കെ അന്നൊന്ന് ഉറക്കെ പറഞ്ഞേ കേൾക്കും. ഒരു ഹലോ എന്ന് പറഞ്ഞ ഉറക്കെ ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഒന്ന് ക്ലാപ്പ് ചെയ്യൂ. ഒന്ന് ക്ലാപ്പ് ചെയ്തേ മര്യാദയ്ക്ക്. കേൾക്കുന്നില്ല. പോരാ, ശക്തിയിലടിച്ച്. പോരാ, ഒന്നുകൂടെ ശക്തിയിലടിച്ച്. ആഹാ, നമ്മളെ പൊളഞ്ഞു. ഒരു കാര്യം ചെയ്തേ, ആ ബുക്കൊന്ന് കുറച്ച് പൊക്കി. കുറച്ച് ഇനി പറഞ്ഞേ. റെഡി ആവണില്ല, ഒന്ന് നോക്കിക്കൊള്ളോട്ടോ സാർ. ഓക്കെ, യെസ്. പേരെന്താണ്? നിഹ. പറഞ്ഞോ, ഏത് ജില്ലയിലാ എടക്കൽ ഗുഹ? കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ഞാൻ ചോദിച്ച ജില്ലയാണ്. ഏത് ജില്ലയാ? ഏത് ജില്ലയിലാ? കേരളത്തിൽ ഏത് ജില്ലയിലാ? നമ്മുടെ ഇവിടെ ഒരു ടീച്ചർ ഉണ്ട് ആ ജില്ലയിൽ നിന്ന്. ഇപ്പൊ തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോയിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അലീഷ എന്നാണ് ടീച്ചറുടെ പേര്. എടാ അറിഞ്ഞൂടെ, ഇത്ര സിമ്പിൾ ചോദ്യം. ഓക്കെ സാർ, അടുത്ത ഒരാൾ വിളിക്കും. ഡാറ്റ കാണിക്കുന്ന ആരെങ്കിലും വിളിച്ചോ? പ്രവിത പറഞ്ഞോ. പറഞ്ഞോ, ഏത് ജില്ലയിലാ? യെസ്, വയനാട് ജില്ലയിലാ. ഓക്കെ, യെസ്. ലാസ്റ്റ് ചോദ്യം, വാട്ട് ആർ ദ സോഴ്സസ് ദാറ്റ് ഹെൽപ്സ് ഇൻ റൈറ്റിംഗ് എ ലോക്കൽ ഹിസ്റ്ററി? പ്രാദേശിക ചരിത്ര രചനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ പറയാൻ പറ്റും എന്നുള്ള ഒരു ഡാറ്റ ആണ് ചെയ്ത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റും, കാരണം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരുന്നതാ. ഓക്കെ, ഇവരെ വിളിച്ചോ. പേര് ആരാ? അസിൻ ഫ്രാൻസിസ്. തിന്നതൊക്കെ തെറിച്ചു പോയി. കുഴപ്പമില്ല, കൊച്ചവിടെ നോട്ടെ. മോൻ പറഞ്ഞോ, ഏതൊക്കെയാ പ്രാദേശിക ചരിത്ര രചനയിൽ സഹായിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്? ഏതൊക്കെ ഡോക്യുമെന്റ്സാ? ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ വേറെ. തിങ്സ് ടു ബി നോട്ടഡാ. ഇത് വാട്ട് ആർ ദ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ്? ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ആദ്യത്തെ ചോദ്യം ഏതാ? സാറെ കേൾക്കുന്നില്ല. സാർ അടുത്ത ഒരാളെ വിളിച്ചോ. എടാ ആൻസർ പറയാൻ പറ്റുന്ന ഒരു ഡാറ്റ കാണിച്ചേ. ആരാ? അഭിനന്ദ് പറഞ്ഞോ, ഏതൊക്കെയാണ് സോഴ്സസ്? പറഞ്ഞോ. Family history, official documents, observation of the locality. പോലീസ് ഡോക്യുമെന്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കാണ്. ദാറ്റ് മീൻസ് ഒരു ആക്ടിവിറ്റിക്കുള്ള മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഒന്നാമത്തത് നന്നങ്ങാടീസ്, അത് ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വയനാട്,
ലാസ്റ്റ് ലോക്കൽ നോളജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽ, സോങ്സ്, ഒബ്സർവേഷൻ, ലൊക്കാലിറ്റി, മെമ്മറീസ്, പ്ലേസ് നെയിംസ്, മോർഗേജ് ഡോക്യുമെന്റ്സ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, ഇതെല്ലാം വരും. നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളുള്ളത് അവിടെ എഴുതിയിരുന്നാലും മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നിരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സംഭവം. സോ ഇതോടെ കഴിഞ്ഞതോടുകൂടെ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ടോപ്പിക്സ് എല്ലാം ഒഫീഷ്യലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, യെസ് സാർ, പടക്കം പൊട്ടിച്ചാലോ? ഓക്കെ, എടാ എല്ലാവരും ഒരുമിച്ച് ഒന്ന് കാണിച്ച്. ഓക്കെ, യെസ് യെസ്. ക്ലാസ് ലീവ് ചെയ്തോട്ടേന്നാ, പോർഷനേ കഴിഞ്ഞിട്ടുള്ളൂ, ലീവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് റിവിഷൻ ഉണ്ട്. ഓക്കെ, പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ. ആ ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ അങ്ങ് പഠിച്ചു തീർക്കാം. ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക്ക് പഠിക്കും, അതിനുശേഷം ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇതേപോലെയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇനി നമുക്ക് മാർക്കൊന്നും പോകാൻ പാടില്ല, ഉള്ളത് ഒരു കുറച്ച് സമയമാണ്. ഓക്കെ, ഒരു അരമണിക്കൂറിൽ കുറച്ച് കൂടുതൽ സമയം ബാക്കിയുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിച്ച് തീർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇതിലോട്ട് പോകാം. എന്തായാലും നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇരിക്കണം. കുറച്ച് ചോദ്യങ്ങളെ പഠിക്കുകയുള്ളൂ, ഉള്ളത് നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എൻ്റെ മാർക്ക് പോകരുത് എന്നുള്ളൊരു വാശിയോടെ വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്കപ്പോൾ. യെസ്, എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ, പഠിക്കുന്ന ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോണോട്ടോ. നമുക്ക് ഒന്നാമത്തെ ചോദ്യം, ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി തമ്മിലുള്ള വ്യത്യാസം പഠിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ്സ് മാത്രം പഠിച്ചിരുന്നാലും മതി. ഹിസ്റ്ററി, ദ ഡോക്യുമെന്റ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ എ കൺട്രി. ഒരു പ്രദേശത്തിന്റെയോ ഒരു വലിയ പ്രദേശത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ചരിത്രം പറയുന്ന കാര്യമാണെങ്കിൽ അതിന് ഹിസ്റ്ററി എന്ന് പറയാറുള്ളത്. പക്ഷേ ലോക്കൽ ഹിസ്റ്ററി ആണെങ്കിൽ എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ, സബ്ജക്ട് ഓർ ഈവൻ എ പാർട്ട് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് ദ നേഷൻ ഓർ എ പ്രൊവിൻസ്. താരതമ്യേന ഒരു ചെറിയ പ്രദേശത്തിന്റെ ഹിസ്റ്ററിയാണ് ലോക്കൽ ഹിസ്റ്ററി. ഇത്രയും പഠിച്ചാൽ മതി ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞവർ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, എത്ര പേര് കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ സാർ, ജസ്റ്റ് ഒന്ന് വീഡിയോ ഓഫ് ചെയ്യൂ.